നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 25 നോമ്പിൻ്റെ 14-ാം ദിനമായ ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ തിരുജനനത്തെ കൊണ്ടാടുന്നതിന് മുൻപായുള്ള ഒരുക്കത്തിൻ്റെ ആഗമന കാലഘട്ടത്തിലൂടെയാണല്ലോ, അഡ്വൻറ്റ് സീസണിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നു പോകുന്നത്. രക്ഷകൻ്റെ ആഗമന സന്ദേശം കേൾക്കുന്നവർ, അത് സെക്കരിയാവാകട്ടെ, വിശുദ്ധ കന്യകാമറിയമാകട്ടെ, യോസെഫാകട്ടെ, അവരാരും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ യാദൃച്ഛികമായി വന്നുപെട്ടവരല്ല, സവിശേഷമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. They were not just random choices, but സ്പെഷ്യലി ചോസൻ. മനുഷ്യർ മാനമുള്ളവരെ അധികം മാനിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവമാകട്ടെ താഴ്മയുള്ളവരെ അപമാനിതരാകാൻ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ മനുഷ്യരുടെ വീണ്ടെടുപ്പിനായി അപമാനിതരാകാൻ വിളിക്കപ്പെട്ടവരാണ് യോസഫും മറിയയും. പൊതുജീവിതത്തിൽ മാത്രമല്ല, തൻ്റെ ഉറക്കത്തിൽ താൻ കണ്ട സ്വപ്നത്തോട് പോലും നീതി പുലർത്തുന്ന നീതിമാനായ യോസഫിനോട് അവൻ്റെ നീതിബോധത്തെയും സ്വപ്നങ്ങളെയും തനിക്ക് വിട്ടുതരുവാൻ ആവശ്യപ്പെടുകയാണ് ദൈവം. യോസഫ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന മാത്രയിൽ തന്നെ ദൈവം ആവശ്യപ്പെട്ടതൊക്കെയും സാധ്യമാകുവാൻ തൻ്റെ ജീവിതം വിട്ടു നൽകുകയാണ്. എന്നാൽ വിട്ടു നൽകുന്നതിന് പകരം ദൈവം നൽകുന്നത് എന്താണെന്ന് യോസഫ് അപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. യോസഫിനെ ദൈവം ഈ ഭൂമിയിൽ തൻ്റെ പ്രതിപുരുഷനാക്കി മാറ്റുകയായിരുന്നു. യോസഫിനെ ദൈവം തൻ്റെ സ്വഭാവം നൽകി പുനർനിർവചിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ സ്വപ്നം പൂവണിയാൻ തൻ്റെ സ്വപ്നം നഷ്ടപ്പെടുത്തിയവൻ്റെ പേരാണ് യോസഫ്. ജോസഫ്, a man who set aside his own dreams to fulfill God's greater dream. താൻ തനിക്കായി കണ്ട സ്വപ്നത്തിലുള്ള തൻ്റെ ദൗത്യത്തെക്കാൾ വലിയൊരു നിയോഗം ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ തനിക്കായി കരുതിയിരിക്കുന്നു എന്നറിയുന്ന യോസഫ് ഉണരുന്നത് ദൈവത്തിൻ്റെ സ്വന്തം യോസഫായിട്ടാണ്. ദൈവനിയോഗത്തിൻ്റെ ഭാഗമാകാൻ ഒരാൾ ആദ്യം നഷ്ടപ്പെടുത്തേണ്ടത് തൻ്റെ സ്വന്തം സ്വപ്നങ്ങളാണ്. ദൈവസ്നേഹത്തെ മാനുഷിക നീതിക്ക് മീതെ പ്രതിഷ്ഠിച്ചവൻ്റെ പേരാണ് യോസഫ്. ജോസഫ്, a man who placed divine love above human righteousness. തച്ചനായ യോസഫിൻ്റെ സവിശേഷത അവൻ്റെ നീതിബോധമായിരുന്നു. എന്നാൽ സകല നീതിക്കും മീതെ എല്ലാത്തെയും ഉപാധികളില്ലാതെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദൈവസ്നേഹമുണ്ടെന്ന് ദൂതൻ പറയുമ്പോൾ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ച തൻ്റെ മണവാട്ടിയെ ഗാഢമായി സ്നേഹിപ്പാൻ തുടങ്ങുകയാണ് യോസഫ്. നീതിയെ കവിയുന്ന ദൈവസ്നേഹമാണ് ഒരാളെ ദൈവപുരുഷനോ ദൈവവനിതയോ ആക്കി തീർക്കുന്നത്. നിർഗുണരായ നീതിമാന്മാരേക്കാൾ വീണ്ടെടുപ്പുകാരായി ദൈവത്തെ പ്രതിനിധാനം ചെയ്യാനാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവ താൽപ്പര്യം. പറഞ്ഞ വാക്കുകളാലല്ല, ഉറച്ച സാന്നിധ്യം കൊണ്ട് നിത്യ ഓർമ്മയായി തീർന്ന യോസഫ്. ജോസഫ്, a man remembered more for his profound presence than for his words. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായവരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു, പാട്ടുപാടുന്നു. ഒരു ഘട്ടത്തിൽ ഊമനായിരുന്ന സക്കരിയ പുരോഹിതൻ പോലും നാവ് തുറന്നു കിട്ടിയപ്പോൾ പാട്ടുപാടുന്നുണ്ട്. എന്നാൽ യോസഫിൻ്റെ ഒരു വാക്കുപോലും സുവിശേഷകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. അയാൾ കാര്യമായി ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അയാൾ ശ്രദ്ധിക്കുകയായിരുന്നു, കാതോർക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകൾ പലായന വരികളിലെ അടുത്ത താവളം തിരയുകയായിരുന്നു. നാടും വീടും തണലും സങ്കേതവും അവൾക്ക് അന്യമായപ്പോൾ അയാൾ തൻ്റെ സാന്നിധ്യം കൊണ്ട് വീടായും തണലായും തുണയായും സങ്കേതമായും വെളിച്ചമായും പ്രതീക്ഷയായും അവൾക്കൊപ്പം രക്ഷണ്യ പദ്ധതിയെ നിശബ്ദമായി നിന്ന് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. 10,000 വാക്കുകളേക്കാൾ കന്യാമറിയാമിന് ആശ്വാസം അയാൾ ഒപ്പമുണ്ട് എന്നുള്ളതായിരുന്നു. ദൈവനിയോഗത്തിൽ ഒപ്പമായിരിക്കുക എന്നത് മധുരവാക്കുകളേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്.
നമ്മുടെ ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, മനുഷ്യരെക്കുറിച്ച്, നമ്മെക്കുറിച്ച്. അതിൽ ഒരു വലിയ പങ്ക് നിർവഹിപ്പാൻ നമ്മുടെ സ്വപ്നങ്ങളെ നഷ്ടമാക്കി അവൻ്റെ സ്വപ്നത്തിൽ അലിഞ്ഞു ചേരാൻ നമുക്കും ഈ നാളുകളിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.